അതുകൊണ്ട് കണ്ടിന്യൂസ്ലി നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മുന്നോട്ട് പോകുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. 2 ചങ്ങല. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ വിടുതല് ഏത് സമയത്താണ് നടക്കുന്നത്? അൺഎക്സ്പെക്ടഡ് സ്ഥലങ്ങളിൽ. ഏതാണ് അൺഎക്സ്പെക്ടഡ് സ്ഥലം? ജയിലിനകത്ത് കിടക്കുക. പ്രത്യേകതയുണ്ട് കിടക്കുന്നതിന്. 2 കൈ ഒരു മനുഷ്യനുള്ളൂ, അല്ലെ? 2 കൈ. ആ 2 കൈ, മൂവബിലിറ്റി എന്ന് പറയുന്ന ആ 2 കൈയാണ്. ആ ജയില് തുറക്കണമെങ്കിലോ അതിന്റെ ബാർസ്, അതിന്റെ കമ്പിയിൽ പിടിക്കണമെങ്കിലോ ഹി നീഡ്സ് ടു ഹോൾഡ് വിത്ത് ഹിസ് ഹാൻഡ്. ആ 2 ഹാൻഡ്സിനെ ബന്ധിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമേ പിശാച് ബന്ധിക്കുന്ന എവിടെയാണെന്ന്? നിന്റെ മൂവബിലിറ്റി. നീ ചലിക്കുന്നവനാണെങ്കിൽ നിന്റെ ചലനത്തെ, നീ ചലിക്കുന്ന നിന്റെ വാക്കുകൊണ്ടാണെങ്കിൽ, അതായത് നീ ഒരു ലോകത്തെ അല്ലെങ്കിൽ നീ ഒരു പ്രത്യേക ഒരു ടാസ്കിനെ നിന്റെ നാക്കുകൊണ്ട് ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ വർത്തമാന ശൈലി കൊണ്ട്, അല്ലെങ്കിൽ നിന്റെ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണ് നീ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന വ്യക്തിയെങ്കിൽ നിന്റെ കമ്മ്യൂണിക്കേഷനെ കയറി അവൻ പിടിക്കും. അതേസമയം അല്ല, നിന്റെ നല്ല ഇടപെടിയിലാണ്, അല്ലെങ്കിൽ നീ നടക്കുന്ന വേഗത, അല്ലെങ്കിൽ നീ ദൈവത്തോട് പ്രവർത്തിക്കാനുള്ള നിന്റെ വ്യഗ്രത കണ്ടിട്ടാണെങ്കിൽ പിശാച് നിന്നെ അവിടെ കയറി രോഗത്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാരത്താൽ, അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥതകളാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകളാൽ നിന്നെ മുറിവേൽപ്പിച്ചെന്നിരിക്കും. പക്ഷെ വചനം എന്ത് പറയുന്നു? ആരെങ്ങനെ മുറിവേൽപ്പിക്കുന്നു എന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നീ മനസ്സിലാക്കുക, നിന്റെ പ്ലസ് പോയിന്റിനെ ചൂണ്ടി പറയുന്ന ഏതും നിനക്കെതിരെ വരുന്ന പിശാചിന്റെ തന്ത്രങ്ങളാണ്. അതിന്റെ മുന്നിൽ വീഴു പോവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറിച്ച് എന്ത് പറയുന്നു? നിന്റെ 2 കൈയും ബന്ധിക്കപ്പെട്ടോട്ടെ. കർത്താവിന് എന്നാലും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കർത്താവ്. 2 കൈ എന്ന് പറഞ്ഞാൽ സ്വയം അവന്റെ കൈ കൊണ്ട് അവൻ രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി അതിലൂടെ വിടുതലില്ല എന്ന് പറഞ്ഞാൽ മാനുഷിക തീരുന്നിടത്താണ് കർത്താവിന്റെ പ്രവർത്തനം. അൺഎക്സ്പെക്ടഡ് പ്ലേസ്. നമ്മൾക്ക് കൈ അനക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ പിന്നീട് അവകാശവാദം പറയും, ഞാൻ രക്ഷപ്പെട്ടു, അത് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ആരും എവിടെയും കണ്ടില്ല, അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് തുറക്കാൻ നോക്കി, തുറന്ന് ദൈവം അങ്ങ് തന്നു, പിന്നെ ദൈവത്തിന്റെ കൃപയും കൂടെ ഉണ്ടേ. അങ്ങനല്ല. ദൈവത്തിന് ആരുടെയും ക്രെഡിറ്റ് വേണ്ട, ദൈവത്തിന്റെ കൃപയും കൂടെ ഉണ്ടേ. ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സെന്റൻസാ, പിന്നെ ദൈവം അറിയാതൊന്നും ദൈവത്തിന്റെ കൃപയാണല്ല. അങ്ങനല്ല. ദൈവം പറയുന്നത് നീ ഒരു ക്രെഡിറ്റും എടുക്കണ്ട, ഞാൻ ഫുൾ ക്രെഡിറ്റ് എടുക്കട്ടെ. God wants people who takes no credit for them. God doesn't want to be written at the last. ദൈവത്തിന്റെ പേര് ലാസ്റ്റ് കൊടുത്ത് ദൈവത്തിന് നന്ദി, അതല്ല ദൈവത്തിന് വേണ്ടി. ഞാൻ എന്താകുന്നു, ഞാൻ എന്റെ ഉണ്മ, അല്ലെങ്കിൽ എന്നിൽ വസിക്കുന്ന ദൈവം, എന്റെ കയ്യിൽ ദൈവത്തിന്റെ രക്തം, എന്റെ കയ്യിൽ, എന്റെ നോവ്സിൽ, എന്റെ തലയിൽ, എല്ലായിടത്തും ദൈവ സാന്നിധ്യം. എന്റെ എല്ലായിടത്തും ദൈവം മാത്രമാണ്. ദൈവത്തെ പറ്റിയാണ് ചിന്ത, ദൈവത്തിന്റെ രാജ്യത്തിനെ പറ്റിയാണ് എനിക്ക് മോഹം, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാമെന്നാണ് എന്റെ ഓരോ രാവിലത്തെയും ചിന്ത. ആ ഒരു ലെവലിലേക്കുള്ള ഒരു അഭിഷേകത്തെയാണ് ദൈവം ഇക്കാലത്ത് ആഗ്രഹിക്കുന്നത്. അല്ലാതെ എല്ലാം ചെയ്തിട്ട് എല്ലാ കർത്താവിന് സ്തുതി എന്ന് പറയുന്ന ഈ കാര്യമില്ല. ദൈവം എന്താ പറയുന്നത്? ചില മേഖലകളിൽ ദൈവം നമ്മളെ ഹെൽപ്ലെസ് ആക്കുന്നേ നമ്മൾക്ക് കഴിവില്ലാഞ്ഞിട്ടോ നമുക്ക് പറ്റാഞ്ഞിട്ടോ അല്ല. ദൈവത്തിന് അറിയാം നിനക്ക് കൈ നിന്റെ ബന്ധിച്ചില്ല, നീ ചിലപ്പോൾ രക്ഷപ്പെടും. പക്ഷെ ദൈവത്തിന് ഫുൾ ക്രെഡിറ്റ് വേണം. ദൈവത്തിന് നിന്റെ അടഞ്ഞ മേഖലകളിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന് ചില മൊമെന്ററി റിമൈൻഡേഴ്സ് നിന്റെ ജീവിതത്തിൽ മാർക്കിംഗ് സ്റ്റോൺ ആയിട്ട് ഇടാൻ വേണ്ടിയാണ് ദൈവം ചിലയിടത്ത് നിന്നെ ഒറ്റയ്ക്കാക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, അവൻ എന്ത് ചെയ്യുമായിരുന്നു? 2 പടയാളികളുടെ നടുവിൽ. ഒന്ന് ഓർത്തോണേ, 16 പേര് പുറത്ത് നിൽക്കുക, ഇതിന്റെ കൂടെ 2 പടയാളി അകത്ത് നിൽക്കുക. ഇവൻ ഉറങ്ങുന്നതിന്റെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പേടിയാ രാജാവിന്. ഒന്ന് ഓർത്തോണേ, ആരെയാ പേടിക്കുന്നത്? വെറും ഒരു അപ്പോസ്തലനെ. നമുക്ക് ദൈവത്തിന്റെ വലിയ വാരിയേഴ്സ് ആണ്, ദൈവത്തിന്റെ സെർവൻസ് എന്ന് പറയണേ കുറച്ചുകൂടെ ഇഷ്ടം. വി ആർ സെർവൻസ് ഓഫ് ദി ഗോഡ് ഓൾമൈറ്റി. So when you go to a place, you shouldn't fear others. People should fear you, because the one who is in you is bigger than the one who is in the world. So നിന്നെ കണ്ടാണ് പേടിക്കേണ്ട, നിന്നെ കണ്ടു പേടിക്കാനല്ല. നിന്നിലുള്ള ദൈവത്തെ അവർക്ക് ഭയപ്പാട് അവർക്ക് വരണം. എങ്ങനെ അത് സംഭവിക്കുന്നത്? വാക്കുകളിലൂടെ അവരെ പേടിപ്പിച്ചു നിർത്താനല്ല പറയുന്നത്. നമ്മുടെ പ്രവൃത്തിയിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടണം. നമ്മുടെ സംസാരത്തിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. അപ്പൊ അവർ പറയുമ്പോൾ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസനാണ് എന്റെ കൂടെ ഉള്ളത്. വചനം ഇങ്ങനെ പറയുന്നു, നടുവിൽ ഉറങ്ങുകയായിരുന്നു പത്രോസ്. എന്ത് ചെയ്യുമായിരുന്നു? ചിന്തിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നു, നാളത്തേക്കുള്ള പ്ലാൻ ഇടുവല്ലായിരുന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. കാരണം അവൻ ഉറപ്പുണ്ടായിരുന്നു, എന്റെ ദൈവം അങ്ങനൊന്നും എന്നെ കൈവിടില്ല. എങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നെ ദൈവം വിടുവിക്കും. എന്ന് പറഞ്ഞാൽ തന്റെ ദൂതനെ അയക്കുമൊന്നും അറിയില്ല, പക്ഷെ എന്നെ വിടുവിക്കും. പത്രോസിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബലപ്പെട്ട അപ്പോസ്തലനല്ലായിരുന്നു പത്രോസ്, അല്ലെ? തള്ളിപ്പറഞ്ഞ ആളാ. അപ്പോഴേ കർത്താവിന് വരെ അറിയാം പത്രോസിന്റെ നേച്ചർ എന്തുവാന്നുള്ളത്, അല്ലെ? അപ്പം അങ്ങനെ വീക്ക് ആളെയാണ്, മനസ്സിലായ? ശ്രദ്ധിക്കുക, വീക്ക് ആൾ ഉറങ്ങുക. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അത്.
ഏറ്റവും മനസ്സിന് ചാഞ്ചാട്ടമുള്ള ഒരു വ്യക്തിയായി പറഞ്ഞേക്കുന്നത്. ആ വ്യക്തി ഉറങ്ങിയെന്ന് സ്വസ്ഥതയോടുകൂടെ. അതെന്താ അവനെ ഉറക്കാനുള്ള ഒരു ഫാക്ടർ എന്ന് ഓർത്താൽ ചിലർ പറയും ക്ഷീണമായിരിക്കാം, ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി. അല്ലെങ്കിൽ ചിലർ പറയും ലാസ്റ്റ് ഇത് കഴിഞ്ഞ് അന്ത്യമാണെന്ന് ഓർത്ത് കിടന്നുറങ്ങി എന്തോ ചെയ്യാണ്. എന്തുമാകട്ടെ, ഞാനൊന്നില്ലായിരുന്നു പത്രോസിന്റെ സ്ഥാനത്ത് ചിന്തിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉറങ്ങില്ലായിരുന്നു, ഞാൻ ചിന്തിച്ചു കൂട്ടി രാവിലെ വരെ വെളുപ്പിച്ചേ. പക്ഷെ വചനം എന്താ പറയുന്നതെന്ന് അറിയാമോ? നീ ദൈവത്തിന്റെ നാമത്തിൽ അറിയപ്പെടുന്നെങ്കിൽ നിന്റെ മുന്നിൽ ഒരു ടൈറ്റിൽ ഇവാഞ്ചലിസ്റ്റ് എന്നോ ഒരു പാസ്റ്റർ എന്നോ ഒരു അച്ഛനെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ മകളെന്നോ നിനക്കൊരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ നീ അറിയപ്പെടേണ്ടത് നിനക്ക് പേടിയുള്ള വ്യക്തിയായിട്ടല്ല. നമ്മൾക്കൊക്കെ മാനസികമായി ഫിയർ വരും. ഫിയർ ഈസ് സംതിങ് വിച്ച് കംസ് ടു അവർ മൈൻഡ്. നമുക്ക് പേടി വരും. പക്ഷെ പേടിയുടെ ആത്മാവിനെ കളഞ്ഞിട്ട് കൂടുതൽ വിശ്വാസത്തിന്റെ ആത്മാവിനെ 2021 നമ്മൾ പ്രാപിക്കണം. ഞാൻ ഉൾപ്പെടെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മോർ ഓഫ് ഫെയ്ത്ത് ആൻഡ് ലെസ് ഓഫ് ഫിയർ. ഫിയറിന്റെ ആത്മാവിനെ അല്ല നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടേ, ബട്ട് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ആത്മാവ്. വചനം വ്യക്തമായി പറയുന്നു എപ്പോഴാണ് വിടുതൽ നടന്നത്? അൺഎക്സ്പെക്ടഡ് ടൈം, അൺഎക്സ്പെക്ടഡ് പ്ലേസ്. അടുത്തത് 2 യൂണിക് ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് റിവിഷൻ പോലെ പറയാണ്. ഫസ്റ്റ് വാസ് ശ്രദ്ധയോട് സഭ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിടുതൽ സംഭവിച്ചത്. രണ്ടാമത്തേത് കഴിച്ചു പോകുന്നു. എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുക, മറുപടി കിട്ടുന്നിടം വരെ പ്രാർത്ഥിക്കുക. അടുത്തത് വചനം ഇങ്ങനെ പറയുന്നു, വേണ്ടി 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കാവോ? പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പ് ഇട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിൽക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്ന് ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നുവെന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതിക്കൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്ന് പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്കോടി പത്രോസ് പടിപ്പുരവാതിക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു. 7-ാം വാക്യം. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി എപ്പോഴാണ് പ്രവർത്തിക്കാൻ പോകുന്നത് നമ്മൾ നോക്കി. തലേ രാത്രിയിൽ പ്രവർത്തിക്കുന്ന ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ടോപ്പിക് അതാണ്, തന്റെ ദൂതനെ അയച്ചിട്ട് പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ദൂതനെ അയക്കുന്നത്? 7-ാം വാക്യം വായിക്കാം. കർത്താവിന്റെ ദൂതൻ പെട്ടെന്ന്, ദ വേർഡ് യൂസ്ഡ് ഇസ് സഡൻലി എന്നാണ്, പെട്ടെന്ന്. സോ നമ്മുടെ വിടുതൽ, നമ്മൾ ഈ 2020 10 days ബാക്കിയുള്ളപ്പം ഏതെങ്കിലുമൊക്കെ വിഷയത്തിന്റെ വിടുതൽ ഇപ്പോഴും പെൻഡിങ് ലിസ്റ്റിനകത്ത് ഡയറിക്കകത്ത് ഉണ്ടെങ്കിൽ ഇന്ന് ഐ ക്യാൻ അഷ്വർ യു, ബിക്കോസ് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പോലും ഇറ്റ്സ് ഇൻ ദ പെൻഡിങ് ലിസ്റ്റ്, ബട്ട് ഐ ആം okay with it because I know my God works at the last minute. I have seen in my life my God working at the last minute. I may see that, that's my last minute, but for him it's the first minute of your next beginning. ദൈവത്തിന് നിന്റെ ലൈഫിന്റെ നിന്റെ അടുത്ത ഫേസിന്റെ ഫസ്റ്റ് മിനിറ്റ് ആണത്, ഫസ്റ്റ് നിയോഗമാണത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നാം എഴുതി തള്ളിയ പല എൻഡ് എന്ന് പറയുന്ന മേഖലകളും ദൈവത്തിന് നിന്റെ ലൈഫിലെ അടുത്ത പീരീഡിന്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ വൈകുന്ന പ്രോമിസുകളെ നീ കൂടുതൽ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ബിക്കോസ് വൈകാൻ ഒരു കാര്യമുണ്ട്, നീ ആകേണ്ട പോലെ ആയിട്ടേ ദൈവത്തിന് ചിലത് ഏൽപ്പിക്കാൻ പറ്റൂ. ഒരു കുട്ടി നടക്കാൻ തുടങ്ങാണ്ട് അവനെ നമ്മൾ ബൈസൈക്കിൾ ഏൽപ്പിച്ചാൽ he won't be able to. There is a particular age ഉണ്ട്, there is a particular maturity ഉണ്ട്. അപ്പൊ നമ്മൾ വീട് പഠിക്കുന്ന ഈ ഒരു ജേർണി ഓഫ് ലൈഫില് നമ്മളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ഒരു അമ്മയ്ക്ക് കുഞ്ഞെന്ന പോലെയാണ് ദൈവത്തിന് നാം വീട് പഠിച്ച് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യില്ല എന്നാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ഒന്ന്, കർത്താവ് നിന്റെ ജീവിതത്തിൽ നിന്റെ വിടുതലിന് മുമ്പായി ഒരു ദൂതനെ അയക്കും. ഒരു ദൂതനെ അയച്ചെന്ന് വന്നേക്കാം. അതൊരു മെത്തേഡാണ്. അതെങ്ങനെയാണ് വരുന്നത്? പെട്ടെന്നായിരിക്കാം. രണ്ടാമത് പറയുന്നു പെട്ടെന്നുള്ളൊരു വിടുതലിനെ പറ്റി. രണ്ടാമത് പറയുന്നു അറയിൽ ഒരു വെളിച്ചം. എങ്ങനെയാണ് ദൂതൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഈ ദൂതൻ എന്ന് പറയുമ്പോൾ ഒരാളെ പ്രതീക്ഷിക്കാനല്ല വചനം പറയുന്നത്. നിന്റെ ജീവിതത്തിൽ ദൂതൻ എന്ന് പറയുന്ന ആരാണ്? കർത്താവിന്റെ ആർമിയാണ്, അല്ലെ? ദൈവത്തിന്റെ ആർമിയാണ് ഏഞ്ചൽസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കിങ്ങിനുള്ള സോൾജേഴ്സ് പോലാണ്
ദൂതന്മാർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. എന്ത് ദൂതുണ്ടെങ്കിൽ നമ്മളെ എത്തിക്കാന്നുള്ളതാണ് ജോലി, അല്ലെ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ തരുന്ന ഒരു നിയോഗം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു വാഗ്ദത്തം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തരുന്ന ഒരു വാക്യം, അതൊക്കെയാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ് ആകാൻ പോകുന്നത്. വചനം പറയുന്നു ആ ഒരു ദൂതൻ വരുന്ന എപ്പോഴാണെന്നറിയാമോ? ഒരു വെളിച്ചം, അതിന്റെ സൈനുകളാണ്. തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഒന്ന്, ഒരു പ്രവാചകനെ പ്രവചിച്ച് പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാക്കിക്കോണം, നിന്റെ ജീവിതത്തിൽ ഇരുട്ട് മാറിയിട്ട് വെട്ടം വന്നു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ വെളിച്ചം വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങി കഴിഞ്ഞു, തന്റെ ദൂതൻ വന്നു നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഇന്ന് ഈ 20th ഡേയിൽ നമ്മൾ പറയരുത് ഡിസംബർ 20th എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ പ്രാർത്ഥിച്ച വിഷയത്തിന് ഇതുവരെ ആരും വന്നിട്ടുമില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. ദൈവം ചിരിക്കും. കാരണം ദൈവം പറയുന്നു, നീ ദൈനംദിന ജീവിതത്തിൽ നിന്റെ വചനം വായിക്കുമ്പോൾ ഞാൻ ഇടപെടുന്നുണ്ടല്ലോ, നീ അറിയുന്നില്ലല്ലോ. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമ്മൾക്ക് സാധിക്കണം. എങ്ങനെ തിരിച്ചറിയും? പ്രകാശം വരും. പ്രകാശം എന്ന് പറയുമ്പം ഡാർക്ക്നെസ് റെപ്രസെന്റ്സ് ഡിപ്രഷൻ, ആൻസൈറ്റി, ചിന്ത, ഓവർ തിങ്കിങ്, റൈറ്റിംഗ് ഓഫ് മാറ്റേഴ്സ്, നെഗറ്റീവ് വേർഡ്സ്, ഗോസിപ്പിംഗ്. ഇതൊക്കെയാണ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. എന്താണ്? അന്ധകാര മേഖലയുടെ കുശുമ്പ്, കുന്നായ്മ, വർത്തമാനം, അതൊക്കെയാണ് ഡാർക്ക്നെസ് മേഖലകൾ. എപ്പോഴാ വെളിച്ചം വരാൻ പോകുന്നറിയോ? നിന്റെ വിഷമത്തിന്റെ മധ്യം നിന്റെ കാര്യങ്ങൾ നടക്കാത്തപ്പോൾ നീ സ്തുതിക്കും. അതാണ് വെളിച്ചത്തിന്റെ ഒന്നാമത്തെ സൈൻ. നീ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിലെങ്കിൽ മനസ്സിലാക്കിക്കോണം, നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണർത്തപ്പെടുകയാണ്. നമ്മൾ ഉപവാസ പ്രാർത്ഥന തുടങ്ങാൻ പോവാ 7 days. അപ്പൊ ഉപവാസ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? നമ്മളെ അടക്കിയിട്ട മേഖലകളിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ കുഴിച്ചു മൂടിയ ചില സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവം തന്ന വാഗ്ദത്തങ്ങളെ വീണ്ടും അതിനെ കുഴിച്ചെടുക്കുക. ഇസ്ഹാക്കിന്റെ വെൽസ് എങ്ങനെയാണ് റീഇൻസ്റ്റേറ്റ് ആയത്, അതുമാതിരി let us all revive the fountains that God has instilled in us. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ, ഈ കൊറോണ വരുന്നതിന് മുമ്പായി ദൈവം ചില വാഗ്ദത്തങ്ങൾ നമ്മളോട് പറഞ്ഞത്, അതിനെ വീണ്ടും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, വീണ്ടും നമ്മളത് വാക്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളോട് തന്നെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. വചനം എങ്ങനെ പറയുന്നു? ഒന്നാമത്തെ കാര്യം, വെളിച്ചം പ്രകാശിച്ചു. നിന്റെ ജീവിതത്തിൽ വചനമാണ് വെളിച്ചം, ദൈവമാണ് വെളിച്ചം. God is light and light is God. So we should read the word of God. വചനത്തിലൂടെ അല്ലാതെ, ഒരു പ്രവചനത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിലൂടെ മാത്രമായിട്ടില്ല. ദൈവത്തിന് വചനവും ഇമ്പോർട്ടന്റ് ആണ്, പ്രാർത്ഥനയും ഇമ്പോർട്ടന്റ് ആണ്. വചനത്തെ വീണ്ടും അടുത്ത് ചേർക്കുക, വചനത്തെ ചേർത്ത് പിടിക്കുക, വീണ്ടും അധ്യായങ്ങൾ വായിച്ചു തുടങ്ങുക. അതിലൂടെ നമ്മുടെ വിടുതൽ തുടങ്ങുകയാണ്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ സൈൻ, അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി. ഏഞ്ചൽ ഓഫ് ഗോഡ് എന്താണ് ചെയ്തത്? ഹി കേം ആൻഡ് തട്ടി. തട്ടി എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്. ഇനേർട്ടായ അവസ്ഥയിൽ നിന്ന്, ഇനാക്റ്റീവായ അവസ്ഥയിൽ നിന്ന് അവനോട് പറയാണ്, ദൂതൻ വന്ന് പറയാ, എഴുന്നേറ്റോളൂ. ഒന്നാമത്തെ കാര്യം, നിന്റെ ആക്ഷൻസ്, നിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് മാറട്ടെ. ലെറ്റ് ഇറ്റ് ബി എ സ്റ്റേറ്റ് ഓഫ് മോഷൻ നൗ, ബിക്കോസ് ദ ഡിമാൻഡ് ഓഫ് ദ ടൈം ഈസ് നോട്ട് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. നമ്മൾ സെഡൻഡറി ആയിരുന്നാൽ ദൈവരാജ്യത്തിന്റെ വളർച്ച സംഭവിക്കില്ല. ദൈവത്തിന് വേണ്ടി നിന്നെ ആക്കിയിരിക്കുന്ന പ്രൊഫഷനിൽ, നിന്നെ ആക്കിയിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ, വീട്ടിൽ, സഭയിൽ, ദേശത്ത് നീ അനങ്ങാൻ തുടങ്ങണം, നീ ചലിക്കാൻ തുടങ്ങണം. നിന്റെ വാക്കുകൾ ഫോണിനപ്പുറത്ത് ചലിക്കാൻ തുടങ്ങണം. വിശ്വാസത്തിന്റെ വാക്കുകൾ നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഒരു ഫോൺ കോളിലൂടെ അപ്പുറത്ത് രോഗി സൗഖ്യമാകണം. അത് മാത്രമല്ല, ചിലരെ കൗൺസിൽ ചെയ്യുവാൻ ദൈവം നിന്നെ എന്താണോ ഏൽപ്പിച്ചിരിക്കുന്ന ടാർഗറ്റ് അല്ലെങ്കിൽ ടാസ്ക്, അത് ഈ ദിവസങ്ങളിൽ ചെയ്യാൻ തക്കണം നമ്മൾ റെഡി ആവണം. രണ്ടാമതായി പറയുന്നു, തട്ടുക മാത്രമല്ല, ഒരു സെന്റൻസ് പറഞ്ഞു, വേഗം എഴുന്നേൽക്കുക. എന്താ പറയുന്നത്? വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ആക്ഷൻ ആണ്. നമ്മൾ ഇരിക്കുന്നത് തട്ട് കിട്ടിയ ഉടനെ എഴുന്നേറ്റോണം. ഈ തട്ട് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആകാം, നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ആകാം. ഇതുപോലെ തട്ടിയിട്ട് എഴുന്നേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ മുറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ചിലപ്പോൾ ദൈവം എങ്ങനെ തട്ടുന്നറിയോ? നമ്മൾ റോങ് ട്രാക്കിൽ പോകുമ്പോൾ തട്ടിയിട്ട് പറയും, ഗെറ്റ് ബാക്ക് ഓൺ ദ റൈറ്റ് ട്രാക്ക്. സോ ദൈവത്തിന് നമ്മളെ ചിലരെ പോസിറ്റീവ്ലി തട്ടും. പോസിറ്റീവ്ലി തട്ടാന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയെ ദൈവം ഒരു ദൂതങ്ങ് തരും. ചിലപ്പോൾ ഒരു മീറ്റിംഗിലായിരിക്കാം, ഒരു പ്രവാചകനായിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ഇടപെടുന്ന ഒരാളോട് പറയും, ദൈവമാവ് നിന്നോട് ഇത് പറയുന്നു എന്ന് പറയും. അപ്പൊ നമ്മളങ്ങ് എഴുന്നേക്കും, നമ്മളങ്ങ് എനർജി ആയി, പിന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള തുടക്കമാണ്. ചിലരോട് ഇങ്ങനെയല്ല ദൈവം ഇടപെടുന്നത്. ദൈവം അടി കൊടുത്തിട്ട് പറയും, എഴുന്നേക്ക്, നീ വീണ് കിടക്ക, എഴുന്നേക്ക്, അടിക്കും. നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ട് എഴുന്നേക്കും. ഏത് വിധേയമുള്ള കർത്താവ് ചെയ്തോട്ടെ. പക്ഷെ വചനം എന്താ പറയുന്നത്? തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അനങ്ങാണ്ടിരിക്കല്, എഴുന്നേൽക്കാൻ സമയമായി. എഴുന്നേറ്റിട്ട് എന്തോ ചെയ്യണം? ഉണരുക, awake എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൈൻഡ് ബോധത്തിലായിരിക്കണം. നമ്മളെ എന്ത് ടാസ്ക് ആണ്? ഞാൻ ദൈവദാസനാണ്, ഞാൻ ദൈവമകളാണ്, എനിക്കൊരു ടാസ്ക് ഉണ്ട്. ഇങ്ങനെ പ്രൊഫഷൻ മാത്രം നോക്കി ജീവിക്കേണ്ട വ്യക്തി അല്ല. രണ്ടുപേരോട് എനിക്ക് സുവിശേഷം പറയാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ദശാംശം ഇന്ന ആളെ കൊടുത്ത് ഈ മാസം സഹായിക്കാനുണ്ട്. അങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകൾ. നമ്മൾ പൂർണ്ണ ബോധ്യത്തിലോട്ട് വരണം, നമ്മൾ ആരാണെന്നും ക്രിസ്തു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു,
എന്ത് ചെയ്യണം? വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. മൂന്നാമത്തെ കാര്യം, എഴുന്നേൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവം ചില ചങ്ങലകളെ പൊട്ടിക്കും. നമ്മൾ എഴുന്നേൽക്കാത്തോണ്ടാണ് നമ്മൾ ബോണ്ടേജിൽ കിടക്കുന്നത്. നമ്മുടെ ബോണ്ടേജുകൾ മാറണമെങ്കിൽ നമ്മളൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് ചങ്ങല ഒന്ന് ലൂസ് ആവുന്നത്. ചങ്ങല ലൂസ് ആയാൽ മാത്രമേ ചങ്ങലയ്ക്ക് നമ്മുടെ ദേഹത്തൊന്ന് വിട്ട് അഴിഞ്ഞു പോകാൻ പറ്റൂ. അപ്പൊ എന്തായിക്കോട്ടെ നമ്മുടെ പ്രശ്നങ്ങൾ, അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കാനല്ല, അതിനകത്ത് നമ്മൾ അടയിരിക്കുന്ന പോലെ ഇരുന്ന് എന്റെ പ്രശ്നം എന്ന് നെഗറ്റീവ് പറയാനല്ല. വേർഡ് ഓഫ് ഗോഡ് സേസ് കം ഔട്ട് of your problems. Claim the word of God and come out of your problems. വചനം മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ പറയുന്നു, എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഒരു വാക്കുകൊണ്ട് ബലപ്പെടുത്തുക, എഴുന്നേൽക്ക. നീ ഒരു ശബ്ദം ദൈവത്തിന്റെ കേട്ട് കഴിഞ്ഞാൽ, പ്രാർത്ഥനയിൽ ഒരു യെസ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റോണം. ഒരു സെക്കൻഡ് തിങ്കിങ്ങിന് പോകില്ല. എപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന്? ഐഡൽ മാൻ ഡെവിൾസ് വർക്ക്ഷോപ്പ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിശാചിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന്. നമ്മളെ ടെൻഷൻ അടുപ്പിച്ച് നമ്മളെ വിഷയങ്ങൾ ഓർപ്പിച്ച്, പക്ഷെ അതിന് എന്താ പറയുന്നത്? എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ രണ്ടാമത് ചിന്തിക്കാൻ പോകില്ല, രണ്ടാമത് അഭിപ്രായം ചോദിക്കില്ല. ദൈവവുമായി സംസാരിച്ചെങ്കിൽ എഴുന്നേറ്റ് അപ്പം ദൈവം പറഞ്ഞ അനുസരിച്ചോണം. തിങ്ക് ചെയ്യാൻ പോയാൽ മാനസികമായി ഒന്നും നമ്മളെ കൊണ്ടാവില്ല ദൈവത്തിന് വേണ്ടി ചെയ്യാൻ. ദൈവം ഒരു നിയോഗം തന്ന ഒന്നും കണ്ടില്ല എങ്കിൽ പോലും അതിനുവേണ്ടി ഇറങ്ങാം. വചനം ഇങ്ങനെ പറയുന്നു, ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. ദൂതൻ എന്താ പറഞ്ഞേ? അരകെട്ടുക. അരകെട്ടുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ജേർണിക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ നമ്മൾ ഡ്രസ് ചെയ്ത് റെഡിയാവും. സോ അപ്പം ഒരു ബെൽറ്റ്, അരകെട്ടാതെ ഒരു ബെൽറ്റ് പോലെ. ദാറ്റ് മീൻസ് ദി പേഴ്സൺ ഇസ് ഗെറ്റിംഗ് റെഡി ഫോർ എ ന്യൂ ജേർണി എന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ പത്രോസിനെ തയ്യാറാക്കി എടുക്കുക ദൂതൻ. നമ്മൾ തന്നെ തയ്യാറാവണ്ട. തന്നെ തയ്യാറാവുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ പറ്റും. നമ്മുടേതായിട്ടുള്ള ചിന്തകൾ വരും. ഞാൻ ഇങ്ങനെ പോവാം, ഞാൻ അങ്ങനല്ല. ദൈവം നമ്മൾക്ക് മുറുക്കി കെട്ടി നമ്മളെ റെഡി ആക്കിക്കോളും. പക്ഷെ നമ്മൾ ദൈവ സന്നദ്ധിയിൽ ഇരിക്കാതെ ദൈവത്തിന്റെ ഹിതം അറിയാൻ പറ്റില്ല. ദിവസങ്ങളിൽ ശക്തമായി 10 ദിവസങ്ങൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇരിക്കുക, ദൈവത്തോട് തന്റെ ഇഷ്ടം ചോദിക്കുക. ദൈവമേ, നീ എന്താ ആഗ്രഹിക്കുന്നത്? നീ എന്താ എന്റെ ജീവിതത്തെ പറ്റി? എന്റെ ജീവിതത്തിൽ ഞാൻ പക്ഷെ ഒരു പാസ്റ്റർ അല്ലായിരിക്കാം, ഞാൻ സഭയിലെ ആരും അറിയപ്പെടുന്ന ഒരാളല്ലായിരിക്കാം. പക്ഷെ ദൈവമേ, നിന്റെ രാജ്യത്ത് ഏതോ ഒരു സ്പേസിൽ എനിക്കും എന്തോ ഒരു റോൾ ഉണ്ടല്ലോ. ആ റോളിനെ എനിക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള കൃപത. ആ റോൾ എന്താ കർത്താവേ? അത് 10 പേര് അറിഞ്ഞില്ലെങ്കിലും എനിക്കൊരു വിഷയമല്ല. പക്ഷെ നീ എന്റെ റോൾ അറിയാതെ പോവല്ലേ. നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ ലോകത്തിൽ ആരെങ്കിലും നമ്മളെ അറിയണമെന്നല്ല. എന്റെ ദൈവം, എന്നെ നിർമ്മിച്ച എന്റെ കർത്താവ് എന്നെ അറിയാണ്ട് പോകരുത്. എന്റെ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാണ്ട് പറ്റാതെ പോകരുത്. ദൈവം എന്തിനാണോ ഈ കുട്ടിയെ ഇന്ന വയറ്റിൽ ജനിപ്പിച്ച് ആ വിഷയം സാധിക്കാതെ പോകരുത്. ദൈവത്തിന്റെ ഹൃദയം അറിയാൻ പറ്റാത്തത് നമ്മൾ ദുഃഖിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ കരയേണ്ടത് ഭാവി ഓർത്തിട്ടും എന്നാണോ എന്റെ ഈ പണി തീരുന്നത്, ആ പണി ഒന്നുമല്ല. ആ പണിയൊക്കെ ഇവിടെ ജീവിക്കാനുള്ളതേ ഉള്ളൂ. നമ്മൾ നിത്യത ചെല്ലണമെങ്കിൽ ദൈവം നമ്മളെ ഒന്ന് പണിയണം. ആ പ്രോസസ്സിൽ നമ്മൾ ഒത്തിരി കണ്ണീരൊഴുക്കും. ഒരു വർഷം എടുത്തെന്നിരിക്കും, നമ്മൾ കരഞ്ഞെന്നിരിക്കും, എല്ലാവരും ചോദിച്ചെന്നിരിക്കും എന്തു സംഭവിക്കുക ആക്ച്വലി. പക്ഷെ ദൈവത്തിന് അറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. വചനം ഇങ്ങനെ പറയുന്നു, അരകെട്ടി മുറുക്കുക. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. നിന്റെ വസ്ത്രം പുതയ്ക്കുക. വസ്ത്രം എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ പോലെ ഒരു കോട്ട് ഇട്ട് റെഡി ആവുക എന്ന് പറയുന്ന പോലെ ആ വസ്ത്രം പുതച്ചുകൊണ്ട്, പുതയ്ക്കുക എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷനെയാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീ പോകാൻ പോകുന്ന യാത്ര ഈസി ആയിട്ടുള്ള ജേർണി അല്ല, ഇതുവരെ പോയ പോലല്ല. നിന്നെ ഞാൻ വിടുവിച്ച് പുറത്തിറക്കും. അത് കഴിഞ്ഞ് നീയാണ് മുന്നോട്ട് പോകണ്ടേ. അപ്പൊ നീ പുതച്ച് റെഡിയാകുക. ദൈവം നമ്മളെ പുതിയ നിയോഗങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഉടനെ എടുത്തിട്ടാണ് ദൈവസ്ഥാനത്തിൽ നിന്ന് പ്രാപിച്ച് ബലപ്പെട്ട് ഇനി ഞാൻ പിന്മാറില്ല എന്ന് തീരുമാനം എടുത്തിട്ട് ഇറങ്ങാവൂ. കാരണം പിശാച് നോക്കി നിൽക്കുക നമ്മളെ എങ്ങനെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാന്ന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അരകെട്ടി മുറുക്കി ചെരുപ്പിട്ട് നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ വസ്ത്രം പുതച്ച് റെഡി. പ്രൊട്ടക്ഷൻ. എന്താണ് പ്രൊട്ടക്ഷൻ? അഗൈൻ വചനമാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. ഇത് നമ്മുടെ ഷീൽഡാണ്. ഇത് നമ്മുടെ എല്ലാമാണ്. ഈ വചനം അറിയാമെങ്കിൽ ഏത് ടെംപ്ടേഷനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പറയുന്നു, അവൻ പിന്നാലെ ചെന്നു. ആരുടെ പിന്നാലെ ചെന്നു? ദൂതന്റെ പിന്നാലെ ചെന്നല്ലേ. ഇവിടാണ് നമ്മളും പത്രോസും തമ്മിലുള്ള, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ എന്നെ അവിടെ വരെ എത്തിച്ചെന്ന് പറഞ്ഞു പിന്നെ ഞാനങ്ങ് പോകും. അതേസമയം പിന്നാലെ ചെന്നു. അതായത് ദൈവം ഒരു ദൂതനെ അറേഞ്ച് ചെയ്തു, ദൂതനെ കൂടെ സംസാരിച്ചു, അവിടം വരെ വിടുതൽ സംഭവിച്ചു. അവൻ പറഞ്ഞു പിന്നാലെ ചെന്നാ പറയുന്നത്. കാരണം പത്രോസ് മനസ്സിലാക്കി, ഈ പോകുന്ന വഴി എനിക്ക് അറിയത്തില്ല, ഏതൊക്കെയോ വഴി എന്നെ പുറത്തിറക്കാനാ. ഞാൻ ഇവിടെ വെച്ച് ദൂതനെ കൈവിട്ടാൽ ശരിയാവത്തില്ല, ലാസ്റ്റ് വരെ ചെന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പൊ നമ്മൾ എന്താ, ഒരു റിയലൈസേഷൻ വേണം. നമ്മളെ വിളിച്ചവനെ പറ്റിയുള്ള റിയലൈസേഷൻ. നമ്മളെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഫെയ്ത്ത് ജേർണി നിർത്താനല്ല ദൈവം നമ്മളെ വിളിച്ചത്, മുന്നോട്ട് പോകാനാ
നിന്നെ വിളിച്ചവനെ കണ്ട് നീ മുന്നോട്ട് യാത്ര ചെയ്യുക. ഹി ഈസ് മോർ ദൻ ഫെയ്ത്ത്ഫുൾ ടു അക്കംപ്ലിഷ്. നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ, നമ്മുടെ വാക്തത്വങ്ങൾ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുതരാൻ വിശ്വസ്തനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ള. വചനം എന്താ പറയുന്നത്? ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ താൻ ഒരു ദർശനം എന്ന് നിരൂപിച്ചു. തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അതവർക്ക് സ്വയം തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഒന്നാമത്തെ കാര്യം എന്താണ് ചെയ്തത്? അവർ ഒന്നാം കാവലും എല്ലാ ബാരിയേഴ്സും. ദൈവം നമുക്ക് വേണ്ടി അടുത്തൊരു തലം, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പം അവൻ ഒന്നോ രണ്ടോ ഡോർ മാത്രം ബ്രേക്ക് ചെയ്ത് ബാക്കി ഞാൻ അടുത്ത വർഷം ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു വർഷം കൂടെ അനുഭവിക്കുക എന്ന് പറയുന്ന ഒരു ദൈവമല്ല. ഗോഡ് വാട്ട് ഡസ് ഹി ഡു വെൻ ഹി ബ്രേക്സ്? അവൻ എല്ലാ കടമ്പകളും കടത്തി നിന്നെ പുറത്തിറക്കുന്ന ദൈവം. പുറത്തിറക്കുക മാത്രമല്ല, രണ്ട്, ഹി ക്രോസസ് ദ ഡിസ്റ്റൻസ് വിത്ത് യു. എന്തോ പറയുന്ന അറിയാമോ? അത് അവർക്ക് സ്വയം തുറന്നു. മൂന്നാമത്തേത് ഇരുമ്പിന്റെ സ്വയം തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഈ ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. എപ്പോഴാണ് ദൂതൻ വിട്ടുപോയത്? ഒരു തെരുവ് കടന്നിട്ട്. നിന്നെ വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഒരു തെരുവ് കടന്നാൽ മാത്രമേ ഇനി ആ പടയാളികൾ ഫോളോ ചെയ്ത് വരാതിരിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ഞാൻ എന്നെ വിടുവിക്കേണ്ട മെത്തേഡ് ദൈവത്തിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം പ്രാർത്ഥന പറഞ്ഞാൽ മതി. എനിക്ക് പറഞ്ഞ വിടുതൽ കർത്താവ് ഇന്ന സമയത്തിനുള്ളിൽ നീ നൽകണം. അതെങ്ങനെ ഏതൊന്നും ഞാൻ പറയാൻ ആരുമല്ല കർത്താവെ. കാരണം ഞാൻ സൃഷ്ടി മാത്രമാണ്. സൃഷ്ടാവാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ വിടുവിക്കണം എന്നുള്ളത്. വചനം പറയുന്നു, ഒരു തെരുവ് കഴിഞ്ഞപ്പോഴാണ് അവനെ വിട്ടുപോയത് ദൂതൻ. അവനെ വിട്ടുപോയി. അവൻ പറഞ്ഞില്ല, ദൂതനെ വിട്ടയച്ചതല്ല, അവനെ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ദൈവം തീരുമാനിച്ചു ഇനി ഇവൻ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പ്രാപ്തനാണ്. ദൂത നീ വിട്ടുപൊക്കോളാൻ പറഞ്ഞു. കാരണം എന്താ പറയുക? ഉള്ളി പരിശുദ്ധ, ഉള്ളിലുണ്ട്, ഉള്ളി ദൈവമുണ്ട്, ഉള്ളി ഗൈഡ് ചെയ്യാൻ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ വചനം പറയുന്നു, നീ ഒറ്റയ്ക്കല്ല. നീ കണ്ട സഹായങ്ങൾ അല്ലെങ്കിൽ നിനക്ക് ലഭിച്ച സഹായങ്ങൾ, നിനക്ക് ലഭിച്ച പ്രവചനങ്ങൾ എല്ലാം ദൈവം നിനക്ക് അടുക്കി തന്ന മുഖാന്തരങ്ങളാണ്. പക്ഷെ ഒരു സമയമാകുമ്പോൾ ചിലപ്പോൾ വിട്ടുപോയി എന്നിരിക്കും. പക്ഷെ എന്താ അവിടെയും പറയുന്നുണ്ട്, ഒരു തെരുവ് കടന്നിട്ടാ. പടയാളികൾ ഫോളോ ചെയ്യില്ല. പത്രോസ് സേഫ് ആയെന്നറിയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിലാണെങ്കിലും ദൈവം പറയുന്ന വാക്യം ഇതാണ്, നീ ഒറ്റയ്ക്കല്ല. പ്രത്യക്ഷത്തിൽ ഞാൻ നിന്റെ കൂടെ ഇല്ല എങ്കിലും എന്റെ സാന്നിധ്യത്തിന്റെ മറവിലാണ്. ഉടനെ അവൻ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചെന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. മൂന്നാമത്തെ പ്രത്യേകത, ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവം നിന്നോട് അറിയിക്കും. ദൈവം നിന്നെ അറിയിക്കും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് എനിക്കറിയില്ല എന്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കുന്നതെന്ന്, പോന്ന വഴി പോട്ട്. അതൊരു സെന്റൻസാ. അങ്ങനല്ല. ദൈവം പറയുന്നു, ഞാനാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു പ്രവാചകനെ കൂടോ അല്ലെങ്കിൽ നിന്റെ പേഴ്സണൽ ധ്യാനത്തിലോ ഞാൻ നിന്നോട് ഇടപെടും. അധൈര്യപ്പെടാതെ ധൈര്യപ്പെട്ടുകൊണ്ടിരിക്കുക. വചനം പറയുന്നു, അവൻ സുബോധം വന്നു, അവന് റിയലൈസേഷൻ വന്നു, നടത്തിയവനെ പറ്റിയുള്ള ബോധം വന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്തവണ്ണം അവനതൊരു ഓർമ്മയായി മനസ്സിൽ തങ്ങി. നമ്മുടെ ജീവിതത്തിലെ ഡിലേഡ് ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ഡിനൈഡ് ഗിഫ്റ്റ് ആയിട്ടല്ല നമ്മൾക്ക് വേണ്ടി ചിലത് ലേറ്റ് ആയി സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ തന്നെ ഞാൻ പറയാം, നമ്മുടെ ഓരോരുത്തരുടെ വിഷയങ്ങൾ ലേറ്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നത് അത് ഡിനൈഡ്, അത് തള്ളപ്പെട്ടത് കൊണ്ടല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കോർണർ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു മൂലക്കല്ലാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത് ഇന്ന് ഇത്രയും വൈകാൻ കാര്യം. അതിൽ നിരാശപ്പെടാതെ മറിച്ച്, ദൈവമേ നീ എന്നെ മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം, നീ എന്നെ വിടുവിക്കാൻ പോകുന്നതിനായി സ്തോത്രം, നീ എനിക്ക് വേണ്ടി അത് ചെയ്തതിനായി സ്തോത്രം എന്നുള്ള വാചകങ്ങളായിരിക്കും നാം ഈ ദിവസങ്ങളിൽ പറയുന്നത്. അവസാനമായി 12 മുതൽ രാജപപ്പ സമയം തീർന്നു. 10 minutes more. Okay, 12th verse ഇങ്ങനെ പറയുന്നു. ആൻഡി വായിച്ചോളൂ, ഒരാൾ വായിച്ചോളൂ. 12th verse. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതിൽക്കൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്ന് പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. ഇവിടെ വചനം പറയുന്നത്, ഒരു വിടുതലിനെ പറ്റി നമ്മൾ വായിച്ചു. പത്രോസ് വിടുവിക്കപ്പെട്ടു.
അപ്പം പത്രോസ് വിടുവിക്കപ്പെട്ടപ്പോൾ നമ്മൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു സഭ ഇതിന്റെ പുറയിലുണ്ട്. ഈ വിടുതലിന്റെ കാരണം ഒരു സഭയുടെ പ്രാർത്ഥനയാണ്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഭ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സഭയ്ക്ക് വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. അടുത്ത് നമ്മൾ ഇന്നത്തെ സെക്കൻഡ് സെക്ഷനിൽ ചിന്തിക്കാൻ പോകുന്നത് ഹൗ മച്ച് ഇസ് ആർ ഫെയ്ത്ത്, ഹൗ ഡീപ്, നമ്മൾ എവിടായി, വേർ ആർ വി, ഞാൻ എവിടാണ്, ഞാൻ എന്റെ ഫെയ്ത്ത് ലെവലിൽ എവിടാണ്, ഞാൻ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോട് പ്രസംഗിക്കുന്നു, ദൈവം പ്രവർത്തിക്കും. പക്ഷേ ഞാൻ വീണ് പോകുന്നുണ്ടോ, ഞാൻ വീണ് പോകുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ഫെയ്ത്ത് അത്രയും ആയിട്ടില്ല. എന്നെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, അവൻ പഠിപ്പൊരു ആരുടെ വീട്ടിൽ ചെന്നറിയാം? മർക്കോസിന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്ന്. എന്താ കാര്യം എന്നറിയാം? അവിടെ പ്രാർത്ഥന നടക്കുന്നത്, വിടുതലിന്റെ പ്രാർത്ഥന നടക്കുന്ന വീട് പത്രോസിനെ അറിയാം. ശ്രദ്ധിച്ചോണം. പത്രോസിന്റെ ഡീറ്റെയിൽസ് കിട്ടി കാണുമായിരിക്കാം, എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട്, ഞാൻ അവിടെ ചെന്ന്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പത്രോസ് ലാസ്റ്റിലേക്ക് നമുക്ക് കാണാം അവിടെ നിൽക്കുന്നില്ല, അവിടുന്ന് പോവാ. അപ്പൊ അവിടെ നിൽക്കാൻ വേണ്ടിയല്ല വന്നേ, അറിയിക്കാൻ വന്നതാണ്. നിനക്കൊരു വിടുതൽ സംഭവിച്ചുവെങ്കിൽ നിനക്ക് വേണ്ടി കൂടെ നിന്നവരോടും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടും എന്നും ലൈഫ് ലോങ് ഒരു നന്ദി ഉണ്ടായിരിക്കണം. നമുക്ക് നന്ദിയില്ലാത്ത സ്വഭാവം അല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന്റെ മക്കൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. അവരെപ്പോഴും ഗ്രേറ്റ്ഫുൾനെസിന്റെ ആൾക്കാരായിരിക്കും. അവരെ എന്നും ഓർമ്മപ്പെടുത്തലുകൾ അവർക്ക് കാണും. അവരുടെ ജീവിതത്തിൽ അവരെ സഹായിച്ചവർ, അവരുടെ ജീവിതത്തിൽ അവർ ആരും ഇല്ലായിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ, ഇതൊന്നുമില്ലാതെ വന്ന വഴി മറക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ എന്തോ ആയി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ മക്കളിൽ നല്ല ദൈവം അതല്ല പ്രതീക്ഷിക്കുന്നേ. നന്ദിയുള്ളവരായിരിക്കുക, ഓർമ്മപ്പെടുത്തലുകൾ വേണം. ഇല്ല എങ്കിൽ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തും നമ്മൾ വന്ന വഴികൾ. വചനം ഇങ്ങനെ പറയുന്നു, ഉടനെ അവൻ എവിടെ ചെന്നു? തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. വേണമെങ്കിൽ ആരെങ്കിലും വിട്ട് പറയാമായിരുന്നു, പോയി പറഞ്ഞേക്ക് ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ പെട്ടെന്ന് രക്ഷപ്പെട്ട്. പക്ഷെ അങ്ങനെ ചെയ്തില്ല. അവൻ നേരിട്ട് പോയി പറഞ്ഞു. ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പറയേണ്ട, നേരിട്ട് നന്ദി പറയണം. നേരിട്ട് സംസാരിക്കേണ്ടവരോട് അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേറ്റ് ചെയ്യാൻ പോവാന്നുകൊണ്ട് ചിലപ്പോൾ അവർ പുറമോട്ട് പോയെന്നിരിക്കും. വചനം പറയുന്നു, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, നിനക്ക് വേണ്ടി നിന്നവരെ നീ അഭിനന്ദിക്കുക, നിനക്ക് വേണ്ടി നിന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, നിനക്ക് വേണ്ടി എതിരായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പറയുന്നത്. അപ്പൊ പിന്നെ നിന്നവർക്ക് വേണ്ടി നാം എത്രത്തോളം പ്രാർത്ഥിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. വചനം പറയുന്നു, പുതിയ സഭയിലായിരിക്കാം നമ്മൾ ചേരുന്നത്. പഴയ സഭയെ ഓർത്തുകൊള്ളുക, പഴയ സഭയെ ഓർത്തു പ്രാർത്ഥിക്കുക, പഴയ സഭയിലെ ജനങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി സ്തുതി കരയറ്റുക, അവരുടെ പാസ്റ്ററിന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുക. വചനം പറയുന്നത് എന്താണ്? ചില തിരിഞ്ഞു നോട്ടങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ വേണം. രണ്ടാമതായി അവിടെ ചെന്ന് എന്തോ ചെയ്തെന്നറിയാവോ? അവൻ പടിപ്പുര വാതിക്കൽ മുട്ടിയപ്പോൾ റോധ എന്നൊരു ബാല്യക്കാരി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ആരാണ് അവിടെ വന്നെന്നറിയോ? ബാല്യക്കാരിയാണ് വന്നത്. ബാല്യക്കാരി വന്നിട്ട് എന്താണ് ചെയ്തത്? അവള് വിളി കേൾപ്പാൻ അടുത്തു വന്നു, പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ഇവിടെ തിരിച്ചറിയുന്നത് അവിടുത്തെ സെർവന്റ് ആണ്. നമ്മുടെ ജീവിതത്തിൽ ആ സെർവന്റിന്റെ മാസ്റ്ററാണ് പത്രോസ്. പലതവണ അവിടെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കും, ശുശ്രൂഷയിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അപ്പൊ ഈ സെർവന്റ് ഉൾപ്പെടെ ആഗ്രഹിക്കുകയാണ് ഒരു വിടുതൽ. ആ സെർവന്റ് ഡോറ് തുറക്കാതെ തിരിച്ചറിഞ്ഞു എന്നാ പറയുന്നത്. നമ്മളെ പറ്റി ദൈവം എന്താ ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ നന്മയുടെ സമയത്തും കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയണം. നമ്മൾ നന്മയുടെ ശബ്ദത്തും ദൈവത്തിന്റെ ശബ്ദം ഒരു സമയത്ത് മാത്രം, ജീവിതത്തിന്റെ ഉടനീളം അവന്റെ ശബ്ദം, നമ്മുടെ മാസ്റ്ററിന്റെ ശബ്ദം നമ്മൾ തിരിച്ചറിയണം. രണ്ട്, നമ്മുടെ മാസ്റ്ററുടെ ശബ്ദം തിരിച്ചറിയണമെങ്കിൽ ഒരിക്കൽ കേട്ട് പരിചയമില്ലാത്ത ശബ്ദം രണ്ടാമത്തെ തവണ നമ്മൾ ഓർക്കത്തില്ല. അപ്പൊ ഇന്ന് കേട്ട് പിന്നെ അടുത്ത ആഴ്ച മറ്റന്നാൾ കേട്ടാ പോരാ, ഇന്നും നാളെയും നമ്മൾ കേൾക്കണം. വചനം ഇങ്ങനെ പറയുന്നു, തിരിച്ചറിഞ്ഞു, ഒരു തിരിച്ചറിവ്. രണ്ട്, സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് പോടി. കാരണം എന്താണെന്നറിയാമോ? വീട്ടിലെ ഓണർ ആയിരുന്നെങ്കിൽ തുറക്കാം, പക്ഷെ സെർവൻസ് ചോദിച്ചിട്ടേ തുറക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താണെന്നറിയാമോ ഇവിടെ കാണിക്കുന്നത്? അവളുടെ സന്തോഷം ഇല്ലാന്നല്ല, അവൾക്ക് സന്തോഷമുണ്ട്, പക്ഷെ അവൾ അകത്തോട്ട് ഓടുകയാണ്. അവൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, വിശ്വസിക്കുന്നുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, റോധ എന്ത് ചെയ്തു? തുറക്കാതെ അകത്തേക്ക് ഓടി എന്ന് പറയുന്നത് വേഗതയാണ്, വ്യഗ്രതയോടുകൂടെ എന്തോ സംഭവിച്ചു എന്ന് പറയാൻ. അവളോട് നിനക്ക് ഭ്രാന്തുണ്ട്, അവരോട് ചെന്ന് അറിയിച്ചപ്പം പറയാണ് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ടു വിസ്മയിച്ചു. പ്രാർത്ഥിക്കാതിരുന്നിട്ടാണോ വിശ്വസിക്കാൻ പറ്റാഞ്ഞ? അല്ല, പ്രാർത്ഥന സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചെന്ന് വചനം വരെ പറയുന്നു. ശ്രദ്ധയോട് പ്രാർത്ഥിച്ച ഒരു സഭ അതിന്റെ സംഭവമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ദൈവം വിലയിരുത്തി സഭയെ നോക്കുമ്പോൾ പ്രവർത്തിച്ചിട്ട് വന്ന് റിസൾട്ട് മുറിക്ക് പുറത്ത് നിൽക്കാം, പക്ഷെ അവർക്ക് വാതിൽ തുറന്ന് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പല റിസൾട്ടുകളും നമ്മുടെ ഡോറിന് പുറത്ത് നിൽക്കുക. എന്ത് പ്രശ്നം എന്നറിയാൻ? നമ്മൾ ഡോറ് തുറന്നിട്ടില്ല, നമുക്ക് ഡോർ തുറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ഡോർ അതല്ല. അതൊന്ന്.
2 ഡോർ മാറിപ്പോയി കർത്താവ്, ഈ ഡോർ അല്ലായിരുന്നല്ലോ, ദൈവമേ നീ വല്ലാത്ത ചതിയായിപ്പോയി ചെയ്തേ. അത് 3-ാമത്തെ കാര്യം, നമ്മൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കാം ഡോർ തുറക്കാം, പക്ഷെ നമുക്ക് പേടിയാ, ഇത് തന്നെയാണോ കർത്താവെ, നീ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചൊന്ന് ഉറപ്പിച്ചൊന്ന് എല്ലാം ആക്കി കഴിഞ്ഞു. അപ്പൊ ഇതിലെല്ലാം സമയം പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ പറയാം ദൈവം ഒന്നും ചെയ്തിട്ടില്ല, അന്നത്തെ പോലെ തന്നെ എന്റെ വിഷയം ഇപ്പോഴും ഇരിപ്പുണ്ട്. കാരണം എന്താ, ഡോറും തുറന്നിട്ടില്ല, ഡോർ തുറന്ന് നോക്കാൻ അപ്പുറത്ത് മറുപടി ഉണ്ടോ? നത്തിങ്. സോ നമ്മളെ ദൈവം ഉദ്ദേശിക്കുന്ന എന്താ അറിയോ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാ പോരാ, ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണം പ്രാർത്ഥിച്ച പത്രോസ് പുറത്തുണ്ടോ എന്ന്. അപ്പൊ ഒരു തവണ തുറക്കുമ്പോഴായിരിക്കും പുറത്ത് നിൽക്കുന്ന പത്രോസിനെ നമ്മൾ കാണുന്നത്. വചനം വ്യക്തമായി പറയുന്നു, സർവന്റായ ലോകത്തേക്ക് വിശ്വാസം വന്നു, അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അവർ പറയാ ഭ്രാന്താണ്. അപ്പം നമ്മൾ ഓർത്തോണേ, നമ്മൾ പോലും എനിക്ക് തോന്നുന്നില്ല അത്രയും ലെവലിൽ നമ്മൾ അവിശ്വസിക്കുമെന്ന്. നമ്മൾ പറയാം എന്നാ ഒന്ന് പോയി നോക്കിയേക്കാം, പക്ഷെ ഇവര് ഇത്രയും ശ്രദ്ധയോട് പ്രാർത്ഥിച്ചവർ പറയാം നിനക്ക് ഭ്രാന്താണ്. പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാനേ വയ്യ. അപ്പൊ നമ്മൾ ഈ പുറമോട്ട് ചിന്തിക്കുന്നൊന്നും വിഷമിക്കാനൊന്നുമില്ല. ആ സഭയെ പറ്റി ദൈവത്തിന് പിന്നെയും പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ പറ്റി ഇന്നും നാളെ പറ്റി എല്ലാം നല്ല പദ്ധതികൾ ദൈവത്തിനുണ്ട്. ദൈവം ആരെയും കൈവിടുന്ന ഒരു ദൈവം. എല്ലാരും പറയും ന്യായവിധി അത് നമ്മുടെ കഴിഞ്ഞു, കർത്താവിനെ നമ്മൾ അങ്ങനൊന്നും അല്ല. ദൈവം നമ്മൾ ക്ഷമിക്കുന്ന ദൈവമാണ്. ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. പക്ഷെ ഒരു തിരിച്ചു വരവ്, ഒരു മടങ്ങി വരവ്, ഒരു പുറപ്പാട്, അല്ലെങ്കിൽ ഒരു വീണ്ടും ചിന്ത ദൈവം ആഗ്രഹിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു, എന്തോ സംഭവിച്ചു, പത്രോസ് അവിടെ നിന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് യാത്രയായി. അവിടെ കൊണ്ടും തീരുന്നില്ല, എന്നാ ഇവിടെ ഇനി റെസ്റ്റ് ചെയ്യാം, അടുത്തതിനുള്ള പുറപ്പാട്. അവൻ ആ ദൂതൻ പറഞ്ഞ പോലെ എഴുന്നേറ്റു, ഉണർന്നു, അരമുറുക്കി കെട്ടി റെഡിയായി. സോ വചനം ടുഡേ സ്പീക്സ് അബൌട്ട്, നിന്റെ ദൂതൻ വൈകിട്ടുണ്ട് എങ്കിൽ അത് നടക്കാതിരിക്കാൻ വേണ്ടിയല്ല. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ആയിരിക്കില്ല നടക്കുന്നത്, അതും ഓർക്കുക. പക്ഷെ ദൈവത്തിന്റെ ഹിതം നടക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നിനിയുള്ള 10 ദിവസങ്ങൾ, ഇന്ന് മുതൽക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നതാ. കർത്താവ് ഈ 10 ദിവസത്തിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ച ഒരു പക്ഷെ നിന്റെ ഹിതമായിരിക്കില്ല, പക്ഷെ നീ ആഗ്രഹിച്ചത് മുടങ്ങിപ്പോകരുത്. കർത്താവെ, നീ ആഗ്രഹിച്ച ഒരു വിഷയം എന്റെ ജീവിതത്തിൽ വരാതെ പോകരുത്. നീ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് ഞാൻ സംസാരിക്കാതെ പോകരുത്, ഞാൻ പ്രസംഗിക്കാതെ പോകരുത്, ഞാൻ ഒരു വ്യക്തിയെ കൗൺസിൽ ചെയ്യാതെ പോകരുത്. നീ ആഗ്രഹിച്ച ഒരു നിയോഗം അതെനിക്ക് ബോധ്യം തരണം. മോളെ ഇത് ചെയ്, മോനെ ഇത് ചെയ്, ഇതെന്റെ ഹിതമാണ്. അങ്ങനെ ഒരു ശബ്ദം ഈ ദിവസങ്ങളിൽ പേഴ്സണലി ദൈവമായിട്ട് കേൾക്കാൻ നമുക്ക് സാധിക്കണം. I hope that everybody who's on the screen was able to understand today's word of God that was shared. Any language barriers, I don't know if it was there, but ഈ word of God ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഈ ഒരാഴ്ച ഒട്ടും ബലം പോകാതെ, മറ്റുള്ളവർ ചിലപ്പം ചില നന്മകൾ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം. അവരെങ്ങനെ തുടങ്ങിയതാ, ഞാൻ അതിന് മുമ്പേ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച, അതൊന്നും നമുക്ക് നമ്മുടെ ലിസ്റ്റ്, നമ്മുടെ സമയം ഒന്നും ആയിട്ടില്ലെന്നേ. നമ്മളോട് തന്നെ ഒന്ന് പറ, സമയം ആയിട്ടില്ല, സമയമായി വരുന്നേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര സ്വസ്ഥതയാ. ദിസ് ഇസ് ദ വേ ടു ട്രിക്ക് യുവർ മൈൻഡ് എന്ന് പറയും. നമ്മുടെ മൈൻഡിനെ ട്രിക്ക് ചെയ്ത് കളിപ്പിക്കാനുള്ള ഏറ്റവും വേ ആണ്. നമ്മൾ തന്നെ നമ്മളോട് പറയാ സമയം ആയിട്ടില്ല, കുഴപ്പമില്ല, ആരെന്തും വിചാരിച്ചോട്ടെ, നിനക്കറിയാലോ നിന്റെ ദൈവത്തെ, നിനക്ക് വേണ്ടി നിന്റെ ദൈവം പ്രവർത്തിക്കാതിരിക്കില്ലെന്ന് നിനക്കറിയാലോ. അപ്പൊ ആരെന്ത് ചിന്തിച്ചാലും എന്താ, നിന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമയം അത് ദൈവം തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ കൊണ്ടുവരും. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുക. തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തുതി പറയുന്നു, രാജ്പപ്പയ്ക്ക് നന്ദി പറയുന്നു. എല്ലാവരെയും ഐഫമൈ ചർച്ചിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശക്തമായ ഉപവാസ പ്രാർത്ഥന നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചിന്നു. ഇന്ന് ഡിസംബർ 20. ചിന്നു പറഞ്ഞ പോലെ ഇനിയും 11 ദിവസം ഉള്ളി വർഷം തീരാനായിട്ട്. അതിൽ ഒടുവിലത്തെ 7 ദിവസം നമ്മൾ എല്ലാ ദിവസവും 1.5 മണിക്കൂർ ദിവസം ഇരിക്കാനായിട്ട് പോയാണ്. വിശദവിവരമൊക്കെ അച്ഛൻ പറയും. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞിട്ട് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അച്ഛൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും.